ചാലിയാർ തീരത്ത് സൗകര്യങ്ങളില്ല, സഞ്ചാരികൾ വലയുന്നു. വിനോദ പഠനയാത്രാ സംഘങ്ങളുടെ സന്ദർശനം വർദ്ധിച്ചു വരുമ്പോഴും ചാലിയാർ പുഴയിൽ സഞ്ചാരികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന പരാതി ഉയരുകയാണ്. ബോട്ടുകൾക്ക് അടുക്കാനാവശ്യമായ ജെട്ടികൾ നിർമ്മിക്കണമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നത്. വാഴക്കാട് ഗവൺമെൻറ് ഹൈസ്കൂളിലെ 1974 ബാച്ച് SSLC പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച പൈതൃക യാത്രക്ക് ബോട്ടടുപ്പിക്കാൻ ജെട്ടികളില്ലാത്തത് കാരണം വളരെ പ്രയാസപ്പെട്ടിരുന്നു. മൂളപ്പുറം, പുറ്റേക്കടവ്, ചുങ്കപ്പള്ളി, മണക്കടവ്, അറപ്പുഴ തുടങ്ങിയ ജലഗതാഗത ചരിത്ര ഗ്രാമങ്ങളിലൊന്നും ഈ പഠനയാത്രക്ക് കരക്കിറങ്ങാൻ സാധിച്ചില്ല. പെരുവേൽ പഞ്ചായത്തിലെ കായലം പള്ളിക്കടവിലെ താൽക്കാലിക ജെട്ടിയിൽ നിന്ന് പുറപ്പെട്ട് ഫറോക്ക് പേട്ടയിലെ ജെട്ടിയിൽ മാത്രമാണ് ഈ പഠന യാത്രക്ക് കരക്കിറങ്ങാൻ സാധിച്ചത്. തൃശ്ശൂർ ലളിതകലാ അക്കാദമിയുടെ സഹകരണത്തോടെ സാമൂഹിക വനവൽക്കരണ വിഭാഗം മലപ്പുറത്ത് നടത്തിയ ചിത്രപ്രദർശനത്തിൽ ചാലിയാറിലെ രാമൂട്ടിക്കല്ല് പ്രദേശത്തെ പ്രകൃതി ചിത്രങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പക്ഷി നിരീക്ഷകർക്ക് മികച്ചൊരു അക്ഷയക്കണിയും കൂടിയാണ് ചാലിയാർ തീരത്തെ കണ്ടൽക്കാടുകളും തുരുത്തുകളും. ആവശ്യത്തിന് പൊതു ജെട്ടികളും മറ്റു പ്രാഥമിക സൗകര്യങ്ങളും ഒരുക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ശുചിത്വമുള്ള ടോയ്ലറ്റുകൾ സ്ഥാപിക്കണമെന്നും പാർക്കിംഗ് സൗകര്യങ്ങളും നടപ്പാതയോടനുബന്ധിച്ചുണ്ടാക്കണമെന്നും ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നു. അതുപോലെ ചാലിയാർ പുഴയിൽ നിരവധി കടവുകളുണ്ട്, പഴയകാല കടവുകൾ. ആ കടവുകൾ നവീകരിക്കണമെന്നും ഈ മേഖലയിലെ വിദഗ്ധർ ആവശ്യപ്പെടുന്നുണ്ട്. രാത്രികാലങ്ങളിൽ പുഴയുടെ ഭംഗി ആസ്വദിക്കാൻ വെളിച്ച സംവിധാനം ഏർപ്പെടുത്തണം. അതുപോലെ ഉൾനാടൻ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് സൗകര്യമൊരുക്കാനും അധികൃതർ തയ്യാറാവണം. അതുപോലെ പുഴയോടനുബന്ധിച്ച് തനത് ഭക്ഷണശാലകളും രുചിയേറിയ ഭക്ഷണങ്ങൾ ലഭിക്കുന്ന ഇടങ്ങളും ഉണ്ടാക്കണമെന്നും വിദഗ്ധർ ആവശ്യപ്പെടുന്നു. കൂടാതെ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടകളും പുഴയോടനുബന്ധിച്ച് സ്ഥാപിച്ചാൽ വിദേശ വിനോദസഞ്ചാരികളും ഇവിടേക്ക് ആകർഷിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ചാലിയാർ പുഴയിൽ വർദ്ധിച്ചു വരുന്ന പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കാനും ചാലിയാർ പുഴയുടെ ജൈവ വൈവിധ്യം സംരക്ഷിച്ച് പ്രകൃതി ഭംഗി ഉറപ്പാക്കാനും സാധിക്കണമെന്നും ഈ മേഖലയിലെ വിദഗ്ധർ ആവശ്യപ്പെടുന്നുണ്ട്.